وعليكم السلام ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم عين سين قاف كذلك يوحي إليك وإلى الذين من قبلك الله العزيز الحكيم له ما في السماوات وما في الأرض وهو العلي العظيم. تكاد السماوات يتفطرن من فوقهن والملائكة يسبحون بحمد ربهم ويستغفرون لمن في الأرض ألا إن الله هو الغفور الرحيم. والذين اتخذوا من دونه أولياء الله حفيظ عليهم وما أنت عليهم بوكيل. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഷൂറ ആദ്യത്തെ ഒരു 6 ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തത്. നാം നമ്മുടെ കഴിഞ്ഞ സിലബസിൽ 4 സൂറത്തുകളാണ് പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. ആ 4 സൂറത്തുകൾ തജ്വീദ് നിയമപ്രകാരം പാരായണ പഠനം നടത്തി തജ്വീദ് മത്സരം നടത്തുകയുണ്ടായി. പിന്നീട് പതിവ് പോലെ നമ്മൾ ആ സൂറത്തുകളെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ക്വിസ് നടത്താറുണ്ട്. പക്ഷേ അന്ന് ക്വിസ് നടത്താൻ സമയത്ത് ഈ 4 സൂറത്തുകളും കൂടി പഠിച്ചെടുത്തുകൊണ്ട് അത് ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ക്വിസ് കുറച്ച് ഓവർലോഡാണ്, അതുകൊണ്ടൊന്ന് ലഘൂകരിക്കണം എന്ന ആവശ്യമുണ്ടായി. അങ്ങനെ നമ്മൾ സൂറത്ത് ഷൂറ ആ സിലബസിലെ അവസാനത്തെ സൂറത്തായിരുന്നു, അത് മാറ്റി നിർത്തി അതിൻ്റെ മുൻപത്തെ 3 സൂറത്തുകൾ ആസ്പദമാക്കിക്കൊണ്ടാണ് അന്ന് ക്വിസ് നടത്തിയത്. അന്ന് നമ്മൾ തീരുമാനിച്ചത് അടുത്ത സിലബസിൽ നമ്മൾ 6 സൂറത്തുകളാണ് ഈ ഷൂറായെ തുടർന്നുള്ള സൂറത്ത് സുഖ്റുഫ്, ദുഖാൻ, അഹ്കാഫ് ഇങ്ങനെ തുടങ്ങിയിട്ട് 6 സൂറത്തുകളാണ് തിരഞ്ഞെടുത്തിരുന്നത്. ആ സിലബസിൽ നിന്നുള്ള 2 സൂറത്തുകളും കൂടെ പഠിച്ചു കഴിയുമ്പോൾ സൂറത്ത് ഷൂറ ഉൾപ്പെടുത്തിക്കൊണ്ട് 3 സൂറത്തുകൾ അടിസ്ഥാനമാക്കി നമുക്ക് ക്വിസ് നടത്താം. അങ്ങനെ ക്വിസ് നമുക്ക് സിലബസിൽ 2 ആക്കിക്കൊണ്ട് നടത്താം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഇപ്പോൾ ഒരു ക്വിസ് പ്രോഗ്രാമിൻ്റെ മുന്നോടിയായിക്കൊണ്ട് ഈ സൂറത്തുകളുടെ വിവരണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഷൂറ എന്നാൽ കൂടിയാലോചന എന്നാകുന്നു അതിൻ്റെ അർത്ഥം, ഡിസ്കഷൻ. നമുക്കറിയാം, ജനാധിപത്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു രാജ്യഭരണത്തിൻ്റെയും എന്ന് മാത്രമല്ല എല്ലാ ജനകീയ കൂട്ടായ്മകളുടെയും ഒക്കെ അടിസ്ഥാനമായി, അതിൻ്റെ ആണിക്കല്ലായി ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അഥവാ ഇഷ്ടപ്പെടുന്നത് കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായ രൂപത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക എന്നതാണ്. അതിൻ്റെ ഏറ്റവും ഉത്തുംഗതയിലുള്ളതാണ് ഒരു രാജ്യ ഭരണം എന്നത്. അതുതന്നെ അന്തർദേശീയ തലത്തിലാകുമ്പോൾ ഈ രാജ്യങ്ങളുടെ എല്ലാറ്റിൻ്റെയും കൂട്ടായ്മ ലോകത്തിൻ്റെ കാര്യം ആലോചിക്കുന്നതും തീരുമാനിക്കുന്നതും അങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ തന്നെ ആയിരിക്കണം എന്നാണ് വെപ്പ്. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കാറുള്ളത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതാണ് നമ്മുടെ
ലോകത്തെ ഏറ്റവും വലിയ വേദിയായ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വേദികളുടെ അവസ്ഥ എന്ന് നമുക്കറിയാം. ഏതാവട്ടെ, ഈ ജനാധിപത്യ ബോധമൊക്കെ ജനങ്ങൾക്ക് വളരെ അടുത്ത നൂറ്റാണ്ടുകളിൽ മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. ലോകത്ത് അധിക രാജ്യങ്ങളിലും ജനാധിപത്യ ക്രമം നടപ്പിൽ വന്നതും അടുത്ത നൂറ്റാണ്ടുകളിൽ മാത്രമാണ്. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു സൂറത്തിൻ്റെ പേര് തന്നെ ഷൂറ, കൂടിയാലോചന എന്നാണ് എന്ന് വരുമ്പോൾ ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സ്ഥാനം, ദീനുൽ ഇസ്ലാമിൽ ജനാധിപത്യത്തിന് ഉള്ള സ്ഥാനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം ഭൗതിക ചരിത്രം പഠിക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ആദി രൂപം അഥവാ ജനാധിപത്യം ഉരുവം കൊണ്ടത് ഗ്രീസിലാണ് എന്നാണ് പഠിക്കുക. അതും BC 500-കളിൽ അഥവാ 2500 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിലാണ് ജനാധിപത്യം ഉരുവം കൊണ്ടത് എന്നാണ് നാം ഭൗതിക ചരിത്രത്തിൽ പഠിക്കുക. എന്നാൽ പരിശുദ്ധ ഖുർആനിലേക്ക് നാം നോക്കുമ്പോൾ BC 1000-ങ്ങളിൽ ജീവിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം, നമുക്കറിയാം സുലൈമാൻ നബി അലൈഹിസ്സലാം ഇപ്പോഴത്തെ ഫലസ്തീൻ അടിസ്ഥാനമാക്കിക്കൊണ്ട് കേന്ദ്രമാക്കിക്കൊണ്ട് ഷാം പ്രദേശം ഭരിച്ച ഭരണാധികാരിയായിരുന്നു, പ്രവാചകനായിരുന്നു. ആ കാലഘട്ടത്തിൽ അന്നത്തെ യമൻ ഭരിച്ചിരുന്ന, യമന് സബ എന്നാണ് പേര്, വിശുദ്ധ ഖുർആനിൽ തന്നെയും സബ എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. അത് ഈ യമൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ആ പ്രദേശത്തിൻ്റെ, ആ രാജ്യത്തിൻ്റെ പേരാണ്. ഈ യമൻ ഭരിച്ചിരുന്ന ഒരു രാജ്ഞിയെക്കുറിച്ച് സൂറത്തുൻ നംലിൽ വിവരിക്കുന്നുണ്ട്. ആ ഷെബ രാജ്ഞിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളത് ഇത് സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ CID വിഭാഗത്തിലുണ്ടായിരുന്ന ഒരു പക്ഷി, ഹുദ്ഹുദ് പക്ഷി, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഈ ഷേബ രാജ്യം സന്ദർശിച്ച ശേഷം നൽകുന്ന റിപ്പോർട്ടിലാണ് ഇതുള്ളത്. ആ റിപ്പോർട്ട് സുലൈമാൻ നബിക്ക് സമർപ്പിക്കുകയാണ്. എന്താണ് ഈ ഹുദ്ഹുദ് പക്ഷി സമർപ്പിക്കുന്ന റിപ്പോർട്ട്? ഇന്നി വജദ്തു ഇംറഅതൻ തംലികുഹും, ഞാനിതാ ഒരു രാജ്യത്തിൻ്റെ അധികാരം കൈയാളുന്ന ഒരു രാജ്ഞിയെ കണ്ടെത്തിയിരിക്കുന്നു. ഒരു രാജ്ഞിയെക്കുറിച്ച വിവരണം ഞാൻ ഇവിടെ നൽകാൻ പോകുന്നു. വഊതിയത് മിൻ കുല്ലി ഷൈ, ആ രാജ്ഞി, ആ രാജ്യം എല്ലാ വിഭവങ്ങളാലും സമൃദ്ധമായ, സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമാകുന്നു. നാം അടിവരായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. വലഹാ അർശുൻ അളീം, അവർക്ക് മഹത്തായ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ ഉപവിഷ്ടയായിക്കൊണ്ടാണ് അവർ ആ രാജ്യഭരണം നിർവഹിക്കുന്നത്. എന്നിട്ട് ആ രാജ്യനിവാസികളുടെ ജീവിത രീതി, അവർ മുശ്രിക്കുകളാണ്, സൂര്യാരാധകരാണ്, പൈശാചിക ദുർബോധനങ്ങളാൽ വശംവദരായിക്കൊണ്ട് വഴികെട്ട് ജീവിക്കുന്നവരാണ് എന്ന് തുടങ്ങി ഒരു റിപ്പോർട്ട് ഇവിടെ ഹുദ്ഹുദ് പക്ഷി സമർപ്പിക്കുകയാണ്. ഇവിടെ സാന്ദർഭികമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ ഇസ്ലാമിക പ്രഭാഷകന്മാരും ഗ്രന്ഥകാരന്മാരും ഒക്കെ എപ്പോഴും ആവർത്തിക്കാറുള്ള ഒരു കാര്യം, രാജ്യ പുരോഗതിക്ക്, സമൂഹത്തിൻ്റെ ഭൗതിക പുരോഗതിക്ക് ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ല കാണാൻ സാധിക്കുക. ഭൗതിക പുരോഗതി ആർജിക്കാൻ, അത് വൈയക്തികമായിട്ടാവട്ടെ, ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയാവട്ടെ, ഇനി അന്തർദേശീയ തലത്തിൽ തന്നെയാവട്ടെ, ഭൗതിക പുരോഗതിക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കൽ ഒരു നിബന്ധനയല്ല. ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാലും ഇല്ലെങ്കിലും ഭൗതിക പുരോഗതി ഉണ്ടാകും.
ഇവിടെ പരിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. പക്കാ മുശ്രിക്കുകളായ ഒരു സമൂഹം, അവർ അങ്ങേയറ്റത്തെ സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. അവിടുത്തെ ഭരണാധികാരി ഒരു മുശ്രിക്കത്താകുന്നു എന്ന് മാത്രമല്ല, ഒരു വനിതയാകുന്നു. ആ രാജ്യം വളരെ സമൃദ്ധമാണ്. അപ്പോൾ ഭൗതിക പുരോഗതിക്ക് അല്ലാഹു തആലാന്റെ ദീനനുസരിച്ച് ജീവിക്കുക എന്നത് ഒരാവശ്യമല്ല. ഒറ്റ കാര്യം നോക്കിയാൽ മതിയല്ലോ. പരിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഇതിൽ 10ഓളം പ്രവാചകന്മാരുടെ പ്രബോധന ചരിത്രം വിവരിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെയൊക്കെ സമൂഹത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നോക്കൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ട അക്കാലത്തെ മെസ്സപ്പൊട്ടേമിയ എന്ന ആ സാമ്രാജ്യം അങ്ങേ അറ്റത്തെ സമ്പൽ സമൃദ്ധമായിരുന്നു. അന്നവർ ഉണ്ടാക്കിയ ആടുന്ന ഗാർഡൻ ഇന്നും ലോകാത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. വളരെ നാഗരികമായ ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. അവിടുത്തെ അന്നത്തെ ചക്രവർത്തിയായിരുന്നു നമ്രൂദ്. അവർ മുവഹിദുകളായിരുന്നോ, മുഅ്മിനീങ്ങളായിരുന്നോ? അല്ല, പക്കാ മുശ്രിക്കുകളായിരുന്നു. എന്നല്ല, മുശ്രിക്കുകളുടെ തലതൊട്ടപ്പന്മാരായിരുന്നു. ഇനി രണ്ടാമത്തെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം ഉദാഹരണം എടുക്കാം. എന്താണ് മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്ന കാലഘട്ടത്തിൽ, മൂസാ നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിന്റെ ഈജിപ്തിന്റെ അവസ്ഥ? ആ കാലഘട്ടത്തിൽ BC 1200 മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലം. നാം ഇപ്പോൾ പരാമർശിക്കുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അതിൻ്റെയും 200 വർഷങ്ങൾക്ക് മുൻപ്. അങ്ങേയറ്റത്തെ സമ്പൽ സമൃദ്ധമായ, ലോകത്തെ ഒരു വലിയ സൈനിക ശക്തി കൂടിയായ ഒരു സാമ്രാജ്യമായിരുന്നു അന്നത്തെ ഈജിപ്ത്. അന്നവർ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെ ഉത്തുംഗതയിൽ എത്തിയിരുന്നു. അന്ന് മനുഷ്യ ശരീരം കേടുകൂടാതെ സഹസ്രാബ്ദങ്ങളോളം സൂക്ഷിക്കാൻ ആവശ്യമായ ടെക്നോളജി അവർ വശത്താക്കിയിരുന്നു. അന്നവർ ഉപയോഗപ്പെടുത്തിയ ടെക്നോളജി ഇന്നും നമുക്ക് കാണാം. അന്നത്തെ ഫറോവമാരുടെ മൃതശരീരങ്ങൾ കേടുകൂടാതെ സൂക്ഷിച്ചതായി കാണാൻ സാധിക്കും. ഇസ്ലാം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് നേടിയതല്ല ഈ പുരോഗതിയൊന്നും. ഇത് പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല നേർക്ക് നേരെ പറഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ വെച്ച് തൻ്റെ കുടുംബത്തെ അവിടെ കൊണ്ടുവന്നാക്കി നടത്തിയ ദുആയിൽ, ആ രാജ്യത്തെ നിർഭയമായ നാടാക്കണമേ, ഈ നാട്ടിലേക്ക്, എൻ്റെ ഈ കുടുംബത്തിലേക്ക് ജനഹൃദയങ്ങളെ നീ ആകർഷിക്കണമേ എന്നെല്ലാം ദുആ ചെയ്ത കൂട്ടത്തിൽ ഇബ്രാഹിം നബി പറഞ്ഞു, റബ്ബനാ വർസുഖ്ഹും മിനസ് സമറാത്തി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവേ, നിന്നിലും പാരത്രിക ജീവിതത്തിലുമെല്ലാം വിശ്വസിക്കുന്നവരായ ഇന്നാട്ടുകാരായ മുഅ്മിനീങ്ങൾക്ക് നീ നാനാവിധ ഫലമൂലാദികൾ ആഹാരമായി നൽകണമേ, സമ്പൽ സമൃദ്ധി നൽകണമേ. ഉടനെ അതേ ആയത്തിൽ അല്ലാഹു തആല മറുപടി പറഞ്ഞു, വമൻ കഫറ ഫഉമത്തിഉഹു ഖലീലൻ. സത്യനിഷേധികളായ തമ്മാടികളായ ആളുകൾക്കും നാം അത് നൽകും. അപ്പൊ ഭൗതിക പുരോഗതിയുടെയും ഭൗതിക വിഭവങ്ങളുടെയും കാര്യത്തിൽ മുഅ്മിനെന്നോ കാഫിറെന്നോ വ്യത്യാസമില്ല. ഭൗതിക പുരോഗതി അല്ലാഹു തആല എല്ലാവർക്കും നൽകും. ഇത് ഇങ്ങനെ മനസ്സിലാക്കാതിരുന്നാലുള്ള ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, പല മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം അങ്ങേയറ്റത്തെ സംശയഗ്രസ്തരാണ്. പലരും എന്നോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്, ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് സ്ക്വാഡായി മറ്റൊക്കെ പോകുമ്പോൾ, എന്താണ് ഈ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ അധോഗതി കണ്ടോ? മുസ്ലിം രാജ്യങ്ങളിലെ ലോകത്തെ ഏറ്റവും നിർധനരായ ദരിദ്ര രാജ്യങ്ങൾ. ഒരു മുസ്ലിം രാജ്യത്തെക്കുറിച്ച് ഒരു അമേരിക്കൻ പ്രസിഡന്റ് കിസിഞ്ചർ പറഞ്ഞത് അന്താരാഷ്ട്ര ഭിക്ഷപ്പട എന്നാണ്. ഇപ്പം ആ രാജ്യം അവിടെ നിന്നൊക്കെ കരകയറി. രാജ്യത്തിൻ്റെ പേര് ഇപ്പം ഞാൻ പറയുന്നില്ല. ലോകത്തെ ദരിദ്ര രാജ്യങ്ങളിൽ നല്ലൊരു ശതമാനം മുസ്ലിം രാജ്യങ്ങളാണ് ആഫ്രിക്കയിലൊക്കെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് പറയാ, കണ്ടില്ലേ, ഇവരൊക്കെ മുസ്ലിങ്ങളാണ്, ഇവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അംഗീകരിക്കുന്നവരാണ്.
എന്നാൽ ലോകത്തെ സമ്പൽ സമൃദ്ധമായ രാജ്യങ്ങൾ അധികവും കുഫ്ർ രാജ്യങ്ങളാണ്. എടുത്തു നോക്കൂ, 1, 2, 3, 4 ഒക്കെ സ്ഥാനത്ത് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയിട്ട് എല്ലാ സമ്പൽ സമൃദ്ധ രാജ്യങ്ങളും. അപ്പം നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം പറയും. ഗൾഫ് രാജ്യങ്ങളിൽ കുറച്ച് എണ്ണ കയറ്റുമതി ചെയ്തിട്ട് ആളോഹരി വരുമാനം ഉണ്ട് എന്നല്ലാതെ ലോകത്തെ സമ്പൽ സമൃദ്ധ രാജ്യങ്ങളല്ല ഈ ഗൾഫ് രാജ്യങ്ങളൊന്നും. ആളോഹരി വരുമാനം കൂട്ടുമ്പോഴാണ് അവർ ആ മേലെ വരുന്നത്. എന്നാൽ തന്നെ 1, 2 സ്ഥാനത്തൊന്നുമല്ല. അതൊക്കെ ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളും. അതേസമയത്ത് ലോകത്തെ സമ്പൽ സമൃദ്ധ രാജ്യങ്ങൾ കാർഷിക വ്യാവസായിക പുരോഗതിയുടെ കാര്യത്തിൽ ലോകത്തെ നോൺ മുസ്ലിം രാജ്യങ്ങളാണ് മുമ്പിൽ. അപ്പൊ അല്ലാഹു തആല ഈ ദുനിയാവിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രമേ അത് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ലോകത്ത് ആര് പ്രവർത്തിക്കുന്ന അവർക്കൊക്കെ കൊടുക്കുന്ന പറഞ്ഞത്. അങ്ങനെ തന്നെ ആയത്തുകൾ കാണാൻ പറ്റും. ഇവിടെ 3 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഷേബ രാജ്ഞി, ആ രാജ്യത്തെ ജനങ്ങൾ മുശ്രിക്കുകളാണ്. അവർ വളരെ വളരെ സമ്പൽ സമൃദ്ധിയിൽ. പിന്നെ എവിടെ നിന്നാണ് ഈ പ്രാസംഗികന്മാരും എഴുത്തുകാരും ലോകത്ത് പുരോഗതി ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടണമെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അപ്പോഴും ഈ പുരോഗതി ഉണ്ടാവും. അല്ലാഹു തആല പുരോഗതി കൊടുക്കും. എന്നാൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിലും ദുനിയാവ് കൊടുക്കും. ഇതാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ ഉടനീളം പറഞ്ഞിട്ടുള്ളത്. പ്രവാചകന്മാരുടെ ചരിത്രം തന്നെ അതിന് സാക്ഷിയാണ്. സാക്ഷാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, നബി വഫാത്താകുന്നത് വരെയുള്ള ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അന്ന് ഇസ്ലാമിക സ്റ്റേറ്റ് നിലവിൽ വന്ന അറേബ്യയുടെയും അവസ്ഥയും അക്കാലത്തെ പേർഷ്യ, റോമ സാമ്രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാവട്ടെ, നമ്മുടെ വിഷയം അതായിരുന്നില്ല. നമ്മുടെ വിഷയം ഈ ഹുദ്ഹുദ് പക്ഷി സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ആ രാജ്യത്തെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ രാജ്യത്തെ ഷേബ രാജ്ഞിക്ക് ഒരു കത്ത് കൊടുത്തയച്ചു. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടും സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഭരണ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് വിനീതരായിക്കൊണ്ട് വരാനും ഒക്കെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്താണ് കൊടുത്തത്. ഈ കത്ത് ലഭിച്ചപ്പോൾ ഷേബ രാജ്ഞി ചെയ്തത് എന്താണ്? അവർ തൻ്റെ ദർബാർ വിളിച്ചുകൂട്ടി. ആ കാലഘട്ടത്തിലെ പാർലമെന്റ് 3 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപാണ് കാര്യം. എന്നിട്ട് ആ ദർബാറിന് മുമ്പിൽ അവർ വിഷയം അവതരിപ്പിക്കുകയാണ്. ഖാലത്ത് യാ അയ്യുഹൽ മലഉ ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം. അല്ലയോ ഈ രാജ്യത്തിന്റെ കുഞ്ചിക സ്ഥാനത്തിരിക്കുന്ന ഇവിടുത്തെ പ്രമാണിമാരെ, ഇവിടുത്തെ പ്രഭുക്കന്മാരെ, ഇവിടുത്തെ രാജ്യത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്നവരെ, അഥവാ ഈ രാജ്യത്തെ പാർലമെന്റ് അംഗങ്ങളെ എന്ന് ചുരുക്കം. പക്ഷേ ഇന്നത്തെ രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പൊന്നുമല്ല. ആ കാലഘട്ടത്തിൽ നിലവിലുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കും അന്നത്തെ ആ പ്രതിനിധികൾക്ക് ഉണ്ടാവുക എന്ന് മാത്രം. ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം. എനിക്കിതാ മഹത്തായ ഒരു സന്ദേശം ലഭിച്ചിരിക്കുന്നു, ഒരു കത്ത് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് സുലൈമാനിൽ നിന്നുള്ളതാകുന്നു അലൈഹിസ്സലാം. അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാകുന്നു ആരംഭിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ 114 ബിസ്മിയാണുള്ളത്. അതിൽ സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മി മാത്രമാണ് ഒരായത്തായിട്ട് പരിഗണിക്കപ്പെടുക. സൂറത്ത് തൗബയിൽ ബിസ്മി ഇല്ല താനും. അപ്പോ ഖുർആനിൽ 113 സൂറത്തുകളിലെ തുടക്കത്തിൽ ബിസ്മിയുണ്ട്. പക്ഷേ ഫാത്തിഹയിലെ ബിസ്മി മാത്രമാണ് ഒരായത്ത്. ഖുർആനിലെ ആയത്ത് നമ്പർ നോക്കിയാൽ കാണാം, ഫാത്തിഹയിൽ മാത്രമേ നമ്പർ ഇട്ടിട്ടുണ്ടാവുള്ളൂ. എന്നാൽ ഖുർആനിൽ ഒരു സൂറത്തിൽ ബിസ്മി ഇല്ലെങ്കിൽ പോലും 114 സൂറത്തുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ സൂറത്തു നംലിലെ 30-ാമത്തെ ആയത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖീസ് രാജ്ഞിക്ക് അയച്ച കത്തിന്റെ തുടക്കത്തിലുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് ആ കത്തിലെ ഉള്ളടക്കം രാജ്ഞി ആ ദർബാറിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് രാജ്ഞി പറയുന്ന കാര്യം, ഇവിടെയാണ് ജനാധിപത്യം ഗ്രീസിലാണോ തുടക്കം അല്ലയോ എന്ന് നാം തീരുമാനിക്കേണ്ടത്.
യാ അയ്യുഹൽ മലഉ അഫ്തൂനി ഫി അംരി, അല്ലയോ രാജ്യത്തെ പ്രഭുക്കന്മാരെ, കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഡിസിഷൻ പവർ ഉള്ളവരെ, നിങ്ങൾ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ നിങ്ങളുടേതായ അഭിപ്രായം പറയുക. നിങ്ങൾ അഫ്തൂനി, എനിക്ക് നിങ്ങൾ ഫത്വ നൽകുക. നിങ്ങളാണ് ഫത്വ നൽകേണ്ടത്. മാ കുൻതു ഖാതിഅതൻ അംറൻ ഹത്താ തഷ്ഹദൂൻ, നിങ്ങളുടെ അഭിപ്രായം പരിഗണിക്കാതെ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കേൾക്കാതെ, മാ കുൻതു ഖാതിഅതൻ, ഞാൻ തീരുമാനമെടുക്കുകയില്ല. ഹത്താ തഷ്ഹദൂൻ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വരട്ടെ, നിങ്ങൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കേൾക്കട്ടെ, അതിനുശേഷമാണ് നാം തീരുമാനമെടുക്കുക. ഇതല്ലയോ ജനാധിപത്യത്തിന്റെ അകക്കാമ്പ്? പക്ഷേ നാം പഠിക്കും ഗ്രീസിലാണ് തുടക്കം. യൂറോപ്യന്മാരാണ് ഈ ചരിത്രമൊക്കെ രചിക്കുന്നത്. അവരാണ് ഇവിടുത്തെ പാഠ്യപദ്ധതിയും സിലബസൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ നല്ലതിൻ്റെയും നന്മയുടെയും ഒക്കെ ഉപഭോക്താക്കൾ തങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവരെഴുതി പിടിപ്പിച്ച കാര്യങ്ങളാ. ഈ ഖുർആനൊക്കെ നമ്മളിങ്ങനെ ഓതും, പക്ഷെ ഒരിക്കലും നമ്മൾ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയില്ല. അപ്ഡേറ്റ് ചെയ്യണം, റീസെറ്റ് ചെയ്യണം. അപ്പോൾ ജനാധിപത്യത്തിന്റെ തുടക്കം പാശ്ചാത്യ ലോകത്തായിരുന്നില്ല, അത് പൗരസ്ത്യ ലോകത്തായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. ഇതിപ്പോൾ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട വിഷയമാണ്. ഇനി പരാമർശിക്കപ്പെടാതെ ഈജിപ്തിലും ലോകത്തെ ഏറ്റവും പൗരാണികമായ നാഗരികത ഉറങ്ങുന്ന മെസ്സപ്പൊട്ടേമിയയിലുമൊക്കെ ഇതുപോലെയുള്ള ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സാന്ദർഭികമായി അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് ആ രാജ്യത്തെ പാർലമെന്റ് അംഗങ്ങൾ അവരുടെ നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെക്കുന്നുണ്ട്. അവസാനം രാജ്ഞി ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ സൂറത്തിന്റെ പേര് തന്നെ ഷൂറ, കൂടിയാലോചന, ഡിസ്കഷൻ എന്നതാകുന്നു. എന്നത് മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് അവരുടെ കാര്യങ്ങൾ കൂടിയാലോചനയിലൂടെ തീരുമാനിക്കപ്പെടണമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്ദേശമാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളതാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. പിന്നെ ഷെബാരാജ്ഞി അവിടെ മുശ്രിക്കുകളായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ, എല്ലാ സമൂഹത്തിലെയും തുടക്കം മുവഹിദുകളായിരുന്നു, മുഅ്മിനീങ്ങളായിരുന്നു. പിന്നീടുണ്ടാകുന്ന വ്യതിചലനങ്ങളാണ് ഷിർക്ക്, വഴികേട്. അങ്ങനെ വീണ്ടും അവരെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാനാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുന്നത്. അക്കാര്യമാണ് ഈ സൂറത്ത് ഷൂറായിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഹാമീം, ഐൻ, സീൻ, ഖാഫ്. ആദ്യം തന്നെ 5 ഹുറൂഫുൽ മുഖത്തഅയാണ്, കേവലാക്ഷരങ്ങൾ. ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് അതിന് പറയുക, കേവലാക്ഷരങ്ങൾ. ഖുർആനിലെ 29 സൂറത്തുകൾ ആരംഭിക്കുന്നത് ഈ ഹുറൂഫുൽ മുഖത്തഅയിലൂടെയാണ്. അത് 5 അക്ഷരങ്ങൾ ഉള്ളവയുണ്ട് ഈ സൂറത്ത് പോലെ. അതുപോലെ തന്നെ സൂറത്തുൽ മറിയം 5 അക്ഷരങ്ങളിലൂടെയാണ് ആരംഭിക്കുന്നത്. മറിയം ഒരൊറ്റ ആയത്തിലാണ് 5 ഹുറൂഫുൽ മുഖത്തഅ എങ്കിൽ സൂറത്ത് ഷൂറായിൽ 2 ആയത്തുകളിലൂടെയാണ് 5 അക്ഷരങ്ങൾ എന്ന വ്യത്യാസമുണ്ട്. 4 അക്ഷരങ്ങൾ ആരംഭിക്കുന്നതുണ്ട്, 3 അക്ഷരങ്ങളിൽ ആരംഭിക്കുന്നതുണ്ട്, 2 അക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന ഹാമീം എന്ന് തുടങ്ങുന്ന ഒരുപാട് സൂറത്തുണ്ട്, സൂറത്ത് ഷൂറ ഉൾപ്പെടെ. ഒരക്ഷരത്തിൽ ആരംഭിക്കുന്നവയുണ്ട്, നൂൻ, സ്വാദ് മുതലായ സൂറത്തുകൾ. 29 സൂറത്തുകൾ ഇങ്ങനെ കേവലാക്ഷരങ്ങളിലൂടെ ആരംഭിക്കുന്നുവെങ്കിലും മൊത്തം 14 അക്ഷരങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം ആവർത്തനങ്ങളാകുന്നു. എന്താണ് ഇതിൻ്റെ ആശയം? എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ മുൻ സിലബസുകളിൽ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിന് ഹുദല്ലിന്നാസ്, സന്മാർഗദായകമായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ സന്മാർഗത്തിന് നിദാനമായ, നമ്മുടെ അഖീദയുടെ ഭാഗമായിരിക്കേണ്ട,
നമ്മുടെ കർമ്മപഥത്തിൽ കൊണ്ടുവരപ്പെടേണ്ടതായ ഒരു സംഗതിയും ഈ അക്ഷരങ്ങളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂലങ്കഷമായി ആലോചിച്ച് അത് സംബന്ധമായ കുറേ തഫ്സീറുകളുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് സമയം ചിലവഴിക്കേണ്ടതില്ല. എന്നാൽ ഈ മൊത്തം മുഫസ്സിരീങ്ങൾ ഈ ഹുറൂഫുൽ മുഖത്തഅ സംബന്ധമായി പറഞ്ഞ ഖുലാസ, അതിൻ്റെ സംഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഈ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥമാകുന്നു. ഇത് അള്ളാഹുവിൻ്റെ കലാമാകുന്നു. മനുഷ്യർക്കോ മറ്റ് സൃഷ്ടികൾക്കോ ഇതുപോലെ ഒരു ഗ്രന്ഥം വിരചിക്കുക സാധ്യമല്ല. ഇത് അമാനുഷികമാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചാലഞ്ച്, ഒരു വെല്ലുവിളിയാകുന്നു ഈ അക്ഷരങ്ങൾ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥമല്ല, ഇത് മനുഷ്യരചനയാണ്. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് രചിച്ചതാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രചിച്ച ഈ ഗ്രന്ഥത്തിൽ 28 അക്ഷരങ്ങളാണുള്ളത്, അറബി അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ ഇതാ നിങ്ങളുടെ മുൻപിൽ. ഹാ മീം, ഹാ മീം ഐൻ സീൻ ഖാഫ്, അലിഫ് ലാം മീം, അലിഫ് ലാം മീം സ്വാദ്. ഈ അക്ഷരങ്ങൾ നിങ്ങളുടെ മുൻപാകെയുണ്ട്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഈ അക്ഷരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ. ചാലഞ്ച്. ഇനി വേറൊരു ആയത്തിൽ പറഞ്ഞു, ശരി, ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു 10 സൂറത്ത്, ഇതിൽ 114 സൂറത്ത് ഉണ്ടല്ലോ, ആഷിരി സൂവരി മിസ്ലിഹി, ഇതിലുള്ള സൂറത്തുകൾ പോലെയുള്ള ഒരു 10 സൂറത്ത് കൊണ്ടുവരിക എന്ന് അല്ലാഹു തആല വെല്ലുവിളി നടത്തി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ശത്രുക്കൾ ഇത് നബിയുടെ രചനയാണ് എന്ന് ആവർത്തിച്ചപ്പോൾ അവസാനമായി മൂന്നാമത്തെ ചാലഞ്ച്, ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു സൂറത്ത്, ഒരു ചാപ്റ്റർ കൊണ്ടുവരിക. ആ ഒരു ചാലഞ്ചാണ് അക്ഷരങ്ങൾ ഇതാ നിങ്ങളുടെ മുൻപിലുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കൊണ്ടുവരൂ, ഇത് മനുഷ്യരചനയാണെങ്കിൽ എന്ന ചാലഞ്ചാകുന്നു എന്നതാണ് അധിക മുഫസ്സിരീങ്ങളും ഈ അക്ഷരങ്ങൾക്ക് നൽകിയിട്ടുള്ള വിശദീകരണം. നാം അത് മനസ്സിലാക്കിയാൽ മതി. അതിലപ്പുറം നമുക്ക് ഇത് പ്രകാരം അമൽ ചെയ്യേണ്ട ഒരു സംഗതിയില്ല. ഇത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കേണ്ട ഒരു അഖീദയും ഇല്ല. കദാലിക യൂഹി ഇലൈക വഇല അല്ലദീന മിൻ ഖബ്ലിക അല്ലാഹുൽ അസീസുൽ ഹകീം. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് ഈ പരിശുദ്ധ ഗ്രന്ഥം ഖുർആൻ വഹിയായി അവതരിപ്പിക്കുന്നു, ഇറക്കിത്തരുന്നു. വഇലല്ലദീന മിൻ ഖബ്ലിക്, താങ്കളുടെ മുൻപ് നിയുക്തരായ പ്രവാചകന്മാർക്കും ഇപ്രകാരം നാം വഹി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അസീസുൽ ഹക്കീം, അല്ലാഹു തആല പ്രതാപശാലിയാകുന്നു, അങ്ങേയറ്റത്തെ യുക്തിമാനാകുന്നു. അപ്പോൾ മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. അവന് ശരിയും തെറ്റും, നന്മയും തിന്മയും, സത്യവും അസത്യവും ഒക്കെ വകതിരിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ വിശേഷ ബുദ്ധിയും വിവേകവും നൽകി. എന്നിട്ട് എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നന്മ, എന്താണ് തിന്മ, ഏതാണ് സന്മാർഗം, ഏതാണ് ദുർമാർഗം, ഏതാണ് വിജയപാത, ഏതാണ് പരാജയത്തിൻ്റെ മാർഗം, ഇതൊക്കെ അവന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി, അവന് നേർമാർഗം കാണിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല പരിശുദ്ധ വേദഗ്രന്ഥം അവതരിപ്പിച്ചു, പ്രവാചകന്മാരെ നിയോഗിച്ചു വഹിയ മുഖേന. ഇങ്ങനെ ചരിത്രത്തിലുടനീളം അല്ലാഹു തആല വഹി അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മനുഷ്യർ നേർമാർഗത്തിലേക്ക് വരും. പിന്നീട് അങ്ങനെ നേർമാർഗം സ്വീകരിക്കാൻ കൂട്ടാക്കാത്ത സമൂഹത്തെ അല്ലാഹു തആല നശിപ്പിക്കും. പിന്നീട് മുവഹിദുകളാണ്, മുഅ്മിനീങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ. പക്ഷേ പിന്നീട് പിശാചും ഇവിടെയുണ്ട്, മനുഷ്യരെ വഴികേട്ടിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന. അതുപോലെ തന്നെ മനുഷ്യനെ നേരായ മാർഗത്തിൽ നിന്ന് തടയുന്ന ഹവ, മനുഷ്യൻ്റെ അഭീഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, ഇതിനെല്ലാം വശംവദരായിക്കൊണ്ട് അവർ കാലത്തിൻ്റെ നീളത്തിൽ വഴികേടിലാകുമ്പോൾ പിന്നീട് അല്ലാഹു തആല വീണ്ടും പ്രവാചകന്മാരെ നിയോഗിക്കും. അങ്ങനെയാണ് ഈ സബ എന്ന രാജ്യം അഥവാ യമൻ മുശ്രിക്കുകളുടെ രാജ്യമായി തീർന്നത്. നേരത്തെ അവരെല്ലാവരും മുവഹിദുകളായിരുന്നു. എല്ലാ നാട്ടിലും അങ്ങനെയായിരുന്നു. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇങ്ങനെ അല്ലാഹു തആല അവൻ്റെ സൃഷ്ടികൾക്ക് ഹിദായത്ത്
നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കി തീർത്തു. അതാണ് വഹിയ്. ലഹു മാഫി സമാവാത്തി മാഫിൽ അർള്. ആ അള്ളാഹു തആലാക്കുള്ളതാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം ആധിപത്യം. ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ അള്ളാഹു തആലയാകുന്നു. വഹുവൽ അലിയുൽ അലീം. അവൻ അത്യുന്നതനാകുന്നു, അങ്ങേറ്റത്തെ മഹത്വം ഉടയവനാകുന്നു. അതിൻ്റെ ഫലമെന്നോണമാണ് അവൻ ഈ മനുഷ്യർക്ക് ഹിദായത്ത് നൽകാൻ സംവിധാനം ഉണ്ടാക്കി തീർക്കുന്നത്. തകാദു സമാവാതു യതഫത്തർന മിൻ ഫൗഖിഹിന്ന വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ അല്ലാഹു ഹഫീദുൻ അലൈഹിം വമാ അൻത അലൈഹിം ബിവക്കീൽ. എന്നാൽ അല്ലാഹു തആല വഹിയ് അവതരിപ്പിച്ചു, ജനങ്ങൾക്ക് നേർമാർഗം കാണിക്കാനുള്ള സംവിധാനങ്ങൾ കാലാകാലങ്ങളിൽ കാലത്തിൻ്റെ നീളത്തിൽ ഏർപ്പെടുത്തിയെങ്കിലും ജനങ്ങൾ മനുഷ്യർ മുശ്രിക്കുകളായി തീർന്നു, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നവരായി തീർന്നു. എന്നാൽ അങ്ങനെ വഴികേടിലായിപ്പോയ ശിർക്കിൽ അകപ്പെട്ടവരുടെ ഹിദായത്തിന് വേണ്ടി അല്ലാഹു തആല വീണ്ടും വീണ്ടും സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഈ മനുഷ്യരുടെ ഹിദായത്തിന് വേണ്ടി, അവരുടെ ഇസ്തിഗ്ഫാറിന് വേണ്ടി മലക്കുകൾ പോലും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. മലക്കുകൾ അവരുടെ നാഥനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർള്. ഈ ഭൂലോകവാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപകർമ്മങ്ങളിൽ അവർക്ക് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ അല്ലാഹു ഹഫീദുൻ അലൈഹിം വമാ അൻത അലൈഹിം ബിവക്കീൽ. അല്ലാഹുവിനെ കൂടാതെ രക്ഷാധികാരികളെ സ്വീകരിക്കുന്ന ആളുകൾ, അല്ലാഹു ഹഫീദുൻ അലൈഹിം, അവരുടെ യഥാർത്ഥ രക്ഷാധികാരി, അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു തആലയാകുന്നു. എന്നാൽ അല്ലാഹു അല്ലാത്തവരെയാണ് അവർ രക്ഷാധികാരികളായി സ്വീകരിക്കുന്നത്. അവരോടാണ് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അവർക്കാണ് ആരാധന അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വമാ അൻത അലൈഹിം ബിവക്കീൽ. അങ്ങനെ അല്ലാഹു അല്ലാത്തവരെ രക്ഷാധികാരിയാക്കി സ്വീകരിച്ചുകൊണ്ട് ഷിർക്ക് എന്ന മഹാപാപം അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, വമാ അൻത അലൈഹിം ബിവക്കീൽ, താങ്കൾ അവരുടെ വക്കീലൊന്നുമല്ല, താങ്കൾക്ക് അവരുടെ മേൽ യാതൊരു ഉത്തരവാദിത്തവുമില്ല. വകദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യൻ ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ. ഇപ്രകാരം ഈ പരിശുദ്ധ ഖുർആൻ നാം താങ്കൾക്ക് വഹിയായി അവതരിപ്പിക്കുന്നു. ഖുർആനൻ അറബിയ്യൻ, അറബി ഭാഷയിൽ. പലപ്പോഴും ഇസ്ലാമിൻ്റെ പ്രതിയോഗികൾ, ജോസഫ് ഇടമുറുകിനെ പോലെയുള്ള യുക്തിവാദികൾ, അവരെല്ലാവരും ഉന്നയിക്കാറുള്ള ഒരു വിമർശനവും ആക്ഷേപവുമാണ്, ഇപ്പോഴും നാം പ്രബോധന പ്രവർത്തനവുമായി ഹിന്ദുക്കളുമായോ ക്രിസ്ത്യാനികളുമായോ ഒക്കെ അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുള്ള വിമർശനമാണ്, ആക്ഷേപമാണ്. എന്തുകൊണ്ടാണ് മനുഷ്യ സമൂഹം ആയിരക്കണക്കായ ഭാഷകൾ സംസാരിക്കുന്നവരാണ്? ലോകത്ത് 1200ഓളം ഭാഷകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ 40ഓളം ഭാഷകൾ ലിപിയുള്ളതായി തന്നെ ഉണ്ട് എന്ന് വായിച്ചതായി ഓർക്കുന്നു. ഇങ്ങനെ നൂറായിരം ഭാഷകൾ ഉണ്ടായിരിക്കെ ഒരു അറബി ഭാഷ തന്നെ, ഈ വേദഗ്രന്ഥം എല്ലാവർക്കുമുള്ള ഗ്രന്ഥമാണല്ലോ ഖുർആൻ എന്നാണല്ലോ അവകാശവാദം. ഈ ഖുർആൻ എന്തുകൊണ്ട് അറബി ഭാഷയിൽ അവതരിപ്പിച്ചു? അപ്രകാരം തന്നെ എന്തുകൊണ്ട് അറബി ഭാഷ സംസാരിക്കുന്ന ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെട്ടു? എന്തുകൊണ്ട് അത് മറ്റു ഭാഷക്കാരനായില്ല? ഇതിന് പരിശുദ്ധ ഖുർആനിൽ ഉടനീളം മറുപടി നൽകപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കാലത്തുള്ള പ്രവാചകന്മാരൊക്കെ തന്നെ ഓരോ നാട്ടിലേക്ക്, ഓരോ സമൂഹത്തിലേക്ക്, ഓരോ വംശത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവരായിരുന്നു പ്രത്യേക കാലത്തേക്ക്. ആ നിയോഗിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ ഭാഷയിലായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ സുരിയാനി ഭാഷ സംസാരിക്കുന്ന
ഷാമിലേക്ക് സുരിയാനി ഭാഷ സംസാരിക്കുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചത്, ആ സുരിയാനി ഭാഷയിൽ ഇഞ്ചീൽ അവതരിപ്പിച്ചത്. ഹബ്രാനി ഭാഷ സംസാരിക്കുന്ന ഇസ്രായേൽ സമുദായത്തിലേക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചു. ഹബ്രാനി ഭാഷയിലാണ് അന്നത്തെ തൗറാത്ത് ആ സമൂഹത്തിന് അവതരിപ്പിച്ചത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ എങ്ങോട്ടാണോ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട് അവരുടെ ഭാഷയിലാണ് ആ വേദഗ്രന്ഥം അവതരിപ്പിച്ചത്, ആ ഭാഷയിലാണ് പ്രവാചകന്മാർ അവരോട് സംവദിച്ചത്, സംസാരിച്ചത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല മുഴു ലോകർക്കും പ്രവാചകനായിട്ടാണ് നിയോഗിച്ചത്. ഖുർആൻ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കൊട്ടാകെ സന്മാർഗദായകമായി കൊണ്ടാണ് അവതരിപ്പിച്ചത്. അങ്ങനെയാകുമ്പോൾ ഈ ആയിരക്കണക്കായ ഭാഷകളിൽ ഒരു ഭാഷ അല്ലാഹു തആല തിരഞ്ഞെടുത്തു, അത് അറബി ഭാഷയാണ്. എന്തുകൊണ്ട് ഈ അറബി ഭാഷ തന്നെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് മക്കയിൽ തന്നെ അന്ത്യപ്രവാചകനെ നിയോഗിച്ചു? അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പരിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സൂറത്തുകളിൽ, വ്യത്യസ്ത ആയത്തുകളിൽ സൂചനകളായി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സൂറത്ത് ഷൂറയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ തന്നെ നിയോഗിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് സൂചന നൽകുന്നുണ്ട്. അറബി ഭാഷയും ലോകത്തെ മറ്റ് ഭാഷകളും താരതമ്യപ്പെടുത്തിക്കൊണ്ട് പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും വലിയ ആശയം പ്രകാശിപ്പിക്കാൻ അറബി ഭാഷയെപ്പോലെ ഉപയുക്തമായ ഒരു ഭാഷ ലോകത്തില്ല എന്നാണ്. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ മലയാളത്തിൽ പോയി എന്ന് പറയും, ഇംഗ്ലീഷിൽ വെന്റ് എന്ന് പറയും, അതുപോലെ തത്തുല്യമായ ഭാഷകളിൽ. എന്നാൽ ഈ പോയത് ആരാണ്? അതാണാണോ, പെണ്ണാണോ, ഒരാളാണോ, ഒന്നിൽ കൂടുതൽ രണ്ട് പേരാണോ, അല്ല ഒരു സംഘമാണോ? ഇതെല്ലാം ഈ ആശയങ്ങളെല്ലാം സ്ഫുരിപ്പിക്കണമെങ്കിൽ അഡീഷണൽ വാക്കുകൾ ഉപയോഗപ്പെടുത്തണം. ആ പോയത് അതാണാണ്, അല്ലെങ്കിൽ പെണ്ണാണ്, അല്ലെങ്കിൽ ഒരാളാണ്, അല്ലെങ്കിൽ രണ്ടാളാണ്, കുറേ ആളാണ്, ഇതെല്ലാം വ്യക്തമാവണമെങ്കിൽ വേറെ വാക്ക് വേണം. അറബി ഭാഷയിൽ അത് ആവശ്യമില്ല. ദഹബ എന്ന് പറഞ്ഞാൽ പോയി, പോയത് ഒരാണാണ്, ഒരാണാ പോയത്. ദഹബത് പോയി, പോയത് പെണ്ണാണ്, അതൊരു പെണ്ണാ. ദഹബ രണ്ടു പേര് പോയി, രണ്ടും ആണുങ്ങളാണ്. ദഹബു കുറെ, ഒരു സംഘം തന്നെ പോയി, രണ്ടിൽ കൂടുതൽ, അതാണും പെണ്ണുമായവരാണ്, ആണുങ്ങൾ മാത്രമാണ്. ഇത് രണ്ടും അതിലുണ്ട്. എന്നാൽ പെണ്ണുങ്ങളാണെങ്കിൽ ദഹബത്ത, രണ്ട് പെണ്ണുങ്ങൾ പോയി. ദഹബിന, ഒരുപാട് പെണ്ണുങ്ങൾ പോയി. ഇത് ഒരു വാക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. എല്ലാ വാക്കുകളിലും അത് പുല്ലിംഗമാണോ, സ്ത്രീലിംഗമാണോ, ഏകപദമാണോ, ദ്വിപദമാണോ, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭാഷയാകുന്നു അറബി ഭാഷ. ഈ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അറബി ഖുതുബ കേൾക്കുന്നവരാണ്, നല്ലൊരു ശതമാനം കുവൈത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ ഗൾഫിൽ ജീവിച്ചവരാണ്. അറബി ഖുതുബകൾ ഒരു 15 മിനിറ്റ് സമയമേ ഉണ്ടാവുള്ളൂ, ജനറലി അത്ര ഉണ്ടാവുള്ളൂ. ആ 15 മിനിറ്റ് സമയം കൊണ്ട് മിമ്പറിൽ വെള്ളിയാഴ്ച നടത്തുന്ന ഖുതുബ മലയാളത്തിലോ മറ്റ് ഭാഷയിലോ അതേ കാര്യം വിവരക്കണമെങ്കിൽ മിനിമം 45 മിനിറ്റ് വേണം. എന്നാൽ തന്നെ ആ 15 മിനിറ്റിൽ പറഞ്ഞ കാര്യത്തിൻ്റെ അവിടെ എത്തൂല. അതുകൊണ്ട് തന്നെ അറബി ഭാഷ മനസ്സിലാകുന്നവർ ഒരിക്കലും അറബി അല്ലാത്ത ഒരു ഖുതുബ കേൾക്കാൻ പോകില്ല. ഞാൻ പോകാറുണ്ടായിരുന്നില്ല. അവിടെ കുവൈത്തിൽ 1994 തോന്നുന്നു ആദ്യമായിട്ട് മറ്റ് ഭാഷകളിൽ ഖുതുബ നടത്താൻ വസാറത്തുൽ ഔഖാഫ് അനുവാദം കൊടുത്തത്. അന്ന് ആ തുടക്കകാലത്ത് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അറബി ഖുതുബക്കേ പോകാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ 15 മിനിറ്റ് കൊണ്ട് വളരെ സമഗ്രമായി, സാരസമ്പൂർണമായി, സംക്ഷിപ്തമായി നമുക്ക് ലഭിക്കുന്ന കാര്യം ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചെലവഴിച്ചു കൊണ്ട് കേൾക്കേണ്ട കാര്യമെന്ന്. ഇത് മാത്രമല്ല, ഒരിക്കലും ഇനി അത് എത്ര തന്നെ നല്ല പ്രാസംഗികനും പണ്ഡിതനുമാണെങ്കിലും ഈ 15 മിനിറ്റ് കൊണ്ട് പറയുന്ന അവിടെ അത് എത്തൂല. ആ ഒരു സ്വാധീനം ഹൃദയത്തിൽ ലഭിക്കൂല. കാരണം അറബി എന്ന് പറഞ്ഞാൽ
നേർക്ക് നേരെ പരിശുദ്ധ ഖുർആനാണ് ഉദ്ധരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് ഉദ്ധരിക്കുന്നത്. ഉപ്പോളം എത്തുമോ ഉപ്പിലിട്ടത് എന്നൊരു ചൊല്ലില്ലേ? ഒരിക്കലും ഖുർആൻ ആയത്തുദ്ധരിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിക്കുന്നതിന് സമമാകുകയില്ല അതിൻ്റെ പരിഭാഷ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകർക്കാകമാനം സന്മാർഗദായകമായിക്കൊണ്ട് ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും ഫിറ്റായ, ഏറ്റവും അനുയോജ്യമായ ഒരു ഭാഷ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതാണ് അറബി. നാം ആ രൂപത്തിൽ തന്നെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഈ അറബി ഭാഷ സാധ്യമായ രൂപത്തിൽ സ്വായത്തമാക്കാൻ, പഠിക്കാൻ നാം പരിശ്രമിക്കേണ്ടതുമുണ്ട്. സാന്ദർഭികമായി നാം നമ്മോട് തന്നെ ചോദിക്കുക, നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കാണിക്കുന്ന താല്പര്യം ഈ അറബി ഭാഷയും ഈ അറബി ഭാഷയിൽ അല്ലാഹു തആല അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്ന വിഷയത്തിൽ നമുക്കുണ്ടോ എന്ന് നമ്മൾ സ്വന്തത്തോട് തന്നെ ചോദിക്കുക. ഇല്ല എന്നായിരിക്കും നമ്മുടെയൊക്കെ ഉത്തരം. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ അങ്ങനെ. എന്നോട് ഷെയ്ഖ് അഹമ്മദ് ദബ്ബൂസ് തെറ്റാൻ കാരണം ഹിഷാം പിന്നെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് മക്കളെ പറ്റിയൊക്കെ അങ്ങനെ ചോദിക്കും. അവനെ പിന്നെ ദീൻ പഠിക്കാൻ വേണ്ടി ഹയർ സ്റ്റഡീസിന് അയക്കണം എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ വല്ല അവിടുന്ന് ഇങ്ങനെ തരികടൊക്കെ പറഞ്ഞ് കഴിച്ചിലായി. പിന്നെ രണ്ടാമത് പാസിമ് മുതിർന്ന് വന്നപ്പോഴും അത് തന്നെ പറഞ്ഞു. അങ്ങനെ അത് ചെവിക്കൊള്ളാത്തതിൻ്റെ പേരിൽ അദ്ദേഹം എന്നോട് തെറ്റുമൊക്കെ ചെയ്തു, വഴക്ക് പറയുകയൊക്കെ ചെയ്തു. ഞാൻ മൂപ്പരോട് പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഈ കുവൈത്തിലെ മഅഹദുദ്ദീനിയിൽ, കുവൈത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ മലയാളികളായ ചില കുട്ടികളൊക്കെ ഇവിടുന്ന് സ്കോളർഷിപ്പിൽ പോയിട്ട് പഠിക്കുന്നവരുണ്ട്. ഇവിടെ ഒരു അവസരം വാങ്ങിത്തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികളെ ഖുർആൻ പഠിക്കാനും ദീൻ പഠിക്കാനും വേണ്ടിയിട്ട് അയക്കാം. അതല്ല സൗദി അറേബ്യയിൽ പിന്നെ അവസരം വാങ്ങിത്തരികയാണെങ്കിലും ഞാൻ അതിന് സന്നദ്ധനാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ അതിനയക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തുന്നത് ഓരോ വ്യത്യസ്ത വിഭാഗങ്ങളാണ്. ഒന്നുകിൽ സുന്നികളുടേതായിരിക്കും, അല്ലെങ്കിൽ മുജാഹിദുകളുടേതായിരിക്കും, അല്ലെങ്കിൽ ജമാഅത്തുകാരുടേതായിരിക്കും. അവിടെ നിന്ന് പഠിച്ചു വരുന്നവർ ഒരു പ്രത്യേക ലൈനാണ് ഉണ്ടാവുക. സുന്നികളെ സ്ഥാപനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ഉള്ള സമീപനം. ഇനി അതല്ലാത്ത മുജാഹിദുകളുടെയോ ജമാഅത്തുകാരുടെയോ ഒക്കെ സ്ഥാപനത്തിൽ പോയിട്ട് പഠിച്ചു വന്നു കഴിഞ്ഞാൽ മൊത്തം മുസ്ലിം സമൂഹത്തെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികളൊക്കെ സഹോദരങ്ങളാണ് എന്ന ഒരു സമീപനത്തോടു കൂടി സമുദായത്തെ കാണാനും അവരുമായി ഇടപഴകാനും സാധിക്കാറില്ല. ഒരു യാഥാർത്ഥ്യമാണത്. എനിക്ക് അനുഭവവേദ്യമായ യാഥാർത്ഥ്യമാണ് ഞാൻ എവിടെയും പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ തയ്യാറല്ല. നമ്പർ 1 റീസൺ. രണ്ടാമത്തെ റീസൺ, ഇവിടെ ഈ ദീനിൽ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ, എന്ന് വെച്ചാൽ സ്വാശ്രയത്വത്തോടു കൂടി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉള്ള രൂപത്തിൽ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് തക്ക വരുമാനവും അതിന് തക്ക സാമ്പത്തിക സുസ്ഥിതിയും ആവശ്യമാണ്. ഈ ദീന് പഠിക്കാൻ പോയവരുടെ കാര്യം പലപ്പോഴും അതിന് വിരുദ്ധമാണ്. അവർക്കൊരു സ്വന്തം വീടുണ്ടാക്കണമെങ്കിൽ, ഒരു കുട്ടികളെ കെട്ടിയിരിക്കണമെങ്കിൽ ഒക്കെ തന്നെ നാട്ടുകാരെയും മറ്റുള്ളവരെയും ആശ്രയിക്കേണ്ട ഗതികേടാണ് നല്ലൊരു ശതമാനം. ഇപ്പോൾ ദീനും ദുനിയാവും കൂടെ ഒരുമിച്ച് പഠിക്കുന്ന കുറേ സ്ഥാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്നവരുടെ കാര്യം വ്യത്യസ്തമാണ്. എന്നാൽ ഒരു ദശകങ്ങൾക്ക് മുൻപുള്ള അവസ്ഥ അതായിരുന്നില്ല. അപ്പം ഈ വക കാരണങ്ങളാൽ ഇന്ത്യയിലുള്ള ഈ ഇസ്ലാമിക പഠനത്തിന് വേണ്ടിയിട്ട് അയക്കാൻ ഞാൻ തയ്യാറല്ല. കുവൈത്തിൽ എനിക്ക് മഅഹദുദ്ദീനിൽ അവസരം ഉണ്ടാക്കി തരികയാണെങ്കിൽ ഞാൻ റെഡിയാണ്. സൗദി അറേബ്യയിൽ ഉണ്ടാക്കി തരികയാണെങ്കിൽ റെഡിയാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. ഇതെൻ്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണമാണ്. ഇത് നിങ്ങൾക്കൊക്കെ സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. ഞാൻ ദബ്ബൂസിനോട് പറയാനുള്ള കാര്യം, ദബ്ബൂസ് എന്നോട് തെറ്റി, ഞാൻ മൂപ്പർക്ക് കൊടുത്ത ജസ്റ്റിഫിക്കേഷൻ ഇതാണെന്ന് പറയുകയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ബോധിച്ചു കൊള്ളണമെന്നില്ല. എൻ്റേതായ ഒരു വിശദീകരണം. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഈ പരിശുദ്ധ ഖുർആനിനും ഈ അറബി ഭാഷക്കൊക്കെ നൽകേണ്ട സ്ഥാനം നൽകിയിട്ടില്ല. അത് പരിഗണിക്കേണ്ട വിധം നമ്മൾ സ്വന്തം മക്കളുടെ വിഷയത്തിൽ പോലും പരിഗണിക്കുന്നില്ല എന്ന
ആ ദൗർഭാഗ്യകരമായ അവസ്ഥ എൻ്റേതുൾപ്പെടെ ഇവിടെ എടുത്തു പറയാണ്. അപ്പൊ ഈ അറബി ഭാഷയിൽ അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചു. ലിതുൻസിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ. എന്തിനു വേണ്ടിയാണ്? ഉമ്മൽ ഖുറ, ഈ നാട്, ഉമ്മുൽ ഖുറ എന്ന് വെച്ചാൽ നാടുകളുടെ കേന്ദ്രം എന്നാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധ മക്കയ്ക്ക് പരിശുദ്ധ ഖുർആനിൽ മക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, ബക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാന്ദർഭികമായിട്ട് ഞാൻ ഇന്നലെ റിട്ടേൺ മെസ്സേജ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. നിങ്ങൾ തഫീമുൽ ഖുർആനും മുഹമ്മദ് അമാനി വലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണവും വായിച്ച് അതിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ക്വിസ് നടത്തുക എന്ന് നാം പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം നമ്മൾ അത് വായിച്ചിട്ട് വേണ്ടത്ര മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ആശയ വിവരണ ക്ലാസ് വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ കൂടി ചോദ്യങ്ങളായിട്ട് വരും. ഞാൻ റിട്ടേൺ മെസ്സേജ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ കേൾക്കുകയും ഇതിൽ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്വിസിൽ ലീഡ് നേടാൻ സാധിക്കുള്ളൂ. അപ്പം ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ 2 തഫ്സീറിലും പറയാത്തതുണ്ട്. എന്നാൽ വേറെ പല തഫ്സീറുകളിലും പ്രത്യേകിച്ച് ഞാൻ അടിസ്ഥാനപ്പെടുത്താറുള്ളത്, ഞാൻ ഉദ്ധരിക്കാറുള്ളത് പൗരാണികമായ പ്രാമാണികമായ തഫ്സീർ ഇബ്നു കസീർ ആകുന്നു. അപ്പം ഈ 2 മലയാള തഫ്സീറുകളിലും ഇല്ലാത്തതും എന്നാൽ ഇബ്നു കസീറിൽ ഉള്ളതും, പുറമെ കുവൈത്തിലെ ഒരു 3-4 ദശകക്കാലം അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് അവരുടെ ദർസുകളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വിവരണം നടത്തുന്നത്. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും. വളരെ കൂടുതൽ എന്നല്ല പറയുന്നത്, ചില ചോദ്യങ്ങളൊക്കെ ഈ ആശയ വിവരണത്തിൽ നിന്നും ഉണ്ടാകും. അപ്പം മക്കൾക്ക് മക്ക എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ബക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബക്ക എന്നത് മക്കയുടെ പൗരാണികത്വം സ്മരിക്കുന്ന ഒരു പേരാകുന്നു എന്ന് മുഫസ്സിരീങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത എന്ന് സൂറത്ത് മാഇദയിൽ കാണാൻ സാധിക്കും. ലോകത്ത് അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം ബക്കയിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ കഅബയാകുന്നു. അപ്പോൾ ഈ മക്കയുടെ പൗരാണികത്വം സ്മരിക്കുന്ന ഒരു വാക്കാകുന്നു അത്. ഉമ്മുൽ ഖുറ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഉമ്മുൽ ഖുറ എന്ന നാടുകളുടെ കേന്ദ്രം, നാടുകളുടെ മാതാവ് എന്നാകുന്നു. മുഫസ്സിരീങ്ങൾ ഇതിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഏറ്റവും ആദ്യം ജനവാസമുണ്ടായിട്ടുള്ളത് മക്കയിലാകുന്നു. ആദം നബി അലൈഹിസ്സലാം വന്നത് മക്കയിലായിരുന്നു എന്നൊക്കെ ചരിത്രകാരന്മാരും മുഫസ്സിറുകളൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഭൗതിക ചരിത്രം പഠിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും പൗരാണികമായ നാഗരികതകൾ നോക്കുമ്പോൾ ഒന്ന് പൗരസ്ത്യ ലോകത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൈന, ഒന്ന് ഇന്ത്യയിലെ ഹാരപ്പ മോഹൻജദാരോ, മറ്റൊന്ന് മെസ്സപ്പൊട്ടേമിയ ഇറാഖിലുള്ള, അതാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. അത് കഴിഞ്ഞാൽ ഒന്ന് ഈജിപ്ത്, പിന്നെ പാശ്ചാത്യ ലോകത്തേക്ക് ചെല്ലുമ്പോൾ ഗ്രീസ്. ഇങ്ങനെ ഇത്രയും ഏറ്റവും പൗരാണികമായ നാഗരികതകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ നാഗരികതകളുടെയൊക്കെ നടുമധ്യത്തിലാണ്, മറ്റൊരു വിധം പറഞ്ഞാൽ ലോകത്ത് സഹസ്രാബ്ദങ്ങളായി മനുഷ്യ സമൂഹം ജീവിച്ചിരുന്ന പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളുടെയൊക്കെ നടുമധ്യത്തിലാണ് പരിശുദ്ധ മക്ക സ്ഥിതി ചെയ്യുന്നത് എന്ന് വേൾഡ് മാപ്പ് ഒന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തം മനുഷ്യ സമൂഹത്തിന് ഒരു തീർത്ഥാടന കേന്ദ്രം തിരഞ്ഞെടുത്തപ്പോൾ അത് മക്കയായി തിരഞ്ഞെടുത്തത്. പരിശുദ്ധ കഅബ ലോകത്തിൻ്റെ കേന്ദ്രമാകുന്നു എന്നെല്ലാം പണ്ഡിതന്മാർ വിവരിക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഉമ്മുൽ ഖുറ എല്ലാ നാടുകളുടെയും കേന്ദ്രം എന്നാകുന്നു അല്ലാഹു തആല ഇവിടെ മക്കയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി ഇസ്ലാമും ഭാര്യ ഹവ്വാ ബീവിയും അവർ മക്കയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നും അവര് ഒരുമിച്ച് കൂടിയ സ്ഥലമാണ് അറഫ എന്നും, ജിദ്ദക്ക് ആ പേര് വരാനുണ്ടായ കാരണം വല്യുമ്മാമ എന്നാണ്. ജദ്ദ എന്ന് പറഞ്ഞാൽ പറയാ, ജദ്ദ വല്യുമ്മാമ, മനുഷ്യ സമൂഹത്തിന്റെ വല്യുമ്മാമ, അവർ ഖബറടക്കപ്പെട്ടിട്ടുള്ളത് ജിദ്ദയിലാണ് എന്നുമൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു തആല മൊത്തം മനുഷ്യ സമൂഹത്തിന്
ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചപ്പോൾ, ഒരു പ്രവാചകനെ നിയോഗിച്ചപ്പോൾ മനുഷ്യ സമൂഹം തന്നെ ഉയർക്കൊണ്ട, മനുഷ്യ സമൂഹത്തിന് അല്ലാഹു തആലയ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ലോകത്തിൻ്റെ തന്നെ കേന്ദ്രം തിരഞ്ഞെടുത്തു. വളരെ ന്യായയുക്തമായ തീരുമാനമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ. ഈ രൂപത്തിലൊക്കെ പരിശുദ്ധ മക്കയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഹജ്ജിനും ഉംറക്കുമൊക്കെ പോകുമ്പോഴും നാം 5 വക്ത് നമസ്കാരത്തിൽ ആ പരിശുദ്ധ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോഴുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടാവുകയും അല്ലാഹു തആലയെക്കുറിച്ചുള്ള ബോധവും തഖ്വയും ഒക്കെ സ്ഫുരിക്കുകയൊക്കെ ചെയ്യാം. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ അല്ലാഹു തആല ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്, മുന്നറിയിപ്പുകാരനെ നിയോഗിച്ചത്? ലിതുൻദിറ യൗമൽ ജംഇ ലാ റൈബ ഫീഹ്. മനുഷ്യ സമൂഹത്തെ ഒട്ടാകെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്ന, നിസ്സംശയം സംഭവിക്കാനിരിക്കുന്ന ആ ദിവസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ്. മനുഷ്യന്റെ കർമ്മഫലം, അവൻ ഈ ലോകത്ത് എന്തെന്നാണോ നേടിയത്, എന്താണ് അവൻ ചെയ്തത്, അതിൻ്റെ എല്ലാം ഫലം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയുള്ള ആ ഒരുമിച്ച് കൂടൽ, അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. എന്നിട്ടോ എന്താണ് നതീജ, റിസൾട്ട്, ഫൈനൽ എന്താണ്? ഫരീഖും ഫിൽ ജന്ന. ആദ്യത്തെ മനുഷ്യൻ മുതൽ സുറന്ന കാഹളത്തിൽ ഊതുന്ന അവസാന ഘട്ടത്തിൽ വരെ ജീവിച്ച മൊത്തം മനുഷ്യ സമൂഹം 2 പരിണതിയാണ് അവർക്കുള്ളത്. ഫരീഖും ഫിൽ ജന്ന, ഒരു വിഭാഗം സ്വർഗത്തിലാണ്. വഫരീഖും ഫിസ് സഈർ, മറ്റൊരു വിഭാഗം കത്തിക്കാളുന്ന നരകത്തിലാണ്. ഒരു വിഭാഗം രക്ഷയിലാണെങ്കിൽ മറുവിഭാഗം ശിക്ഷയിലാണ്. ഒരു വിഭാഗം സ്വർഗത്തിലാണെങ്കിൽ മറുവിഭാഗം നരകത്തിലാണ്. ഈ ഒരു അവസ്ഥ മൊത്തം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രപഞ്ച സംവിധാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മശ്രിഖ് മഗ്രിബ്, രാവ് പകല്, ചൂട് തണുപ്പ്, കയറ്റം ഇറക്കം, ഞെരുക്കം എളുപ്പം, ആണ് പെണ്ണ്, ഇങ്ങനെ എന്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പ്, അവന്റെ സംവിധാനം, അവന്റെ പ്രതിഭാസങ്ങൾ എല്ലാം ഈ ഒരു 2 സ്വഭാവത്തിൽ, വിപരീത സ്വഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഇഹലോകം, പരലോകം. ഇഹലോകമുണ്ടെങ്കിൽ ഒരു പരലോകം ഉണ്ടായേ തീരൂ. ഇനി ഇഹലോകമുണ്ടെങ്കിൽ ഇവിടത്തെ കർമ്മങ്ങൾ, ഇവിടെ നന്മ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്, തിന്മ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്, സൽക്കർമ്മികളുണ്ട്, ദുഷ്കർമ്മികളുണ്ട്, അക്രമികളുണ്ട്, ജനങ്ങൾക്ക് ഗുണകരമായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സജ്ജനങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം പരിണതി ഒന്നാവാൻ പാടില്ല, അത് 2 ആയിരിക്കും. ഫരീഖും ഫിൽ ജന്ന, ഒരു വിഭാഗം സ്വർഗത്തിലായിരിക്കും അവരുടെ നല്ല നല്ല പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ട്. വഫരീഖും ഫിസ് സഈർ, മറ്റൊരു വിഭാഗം അവരുടെ ക്രൂരമായ കർമ്മങ്ങൾക്ക്, ഇന്ന് ഫലസ്തീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. നാം മനസ്സിലാക്കുന്നുവോ? ആരെങ്കിലും മനസ്സിലാക്കുന്നുവോ? ഈ തെമ്മാടികൾക്ക്, അവരുടെ ക്രൂരമായ ഈ കർമ്മങ്ങൾക്ക് ഒരു ഫലം നൽകുന്ന, അതിന് ശിക്ഷ നൽകുന്ന ഒരു ദിവസം വരേണ്ടതില്ല എന്ന്. അവർക്ക് ഈ കുട്ടികളെയും കുഞ്ഞുങ്ങളെയും വിധവകളെയും നിസ്സഹായരായ ജനലക്ഷങ്ങളെ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ ശിക്ഷ ലഭിക്കേണ്ടതില്ല എന്ന്. നാം ജീവിക്കുന്ന ഈ നാടിൽ കോടിക്കണക്കിനായ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ എങ്ങനെയെല്ലാം പീഡിപ്പിക്കാം, എങ്ങനെയെല്ലാം അടിച്ചമർത്താം, എങ്ങനെയെല്ലാം ഒതുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട്
ഒന്നിനു മീതെ ഒന്നായി തെമ്മാടിത്ത നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെമ്മാടിക്കൂട്ടങ്ങൾ, അവർക്ക് നേതൃത്വം നൽകുന്ന ഇവിടുത്തെ ഭരണകൂടങ്ങൾ, ഭരണകക്ഷികൾ, അവരുടെ തെമ്മാടിത്തങ്ങൾക്ക് ശിക്ഷ ലഭിക്കുന്ന ഒരു ദിവസം വരേണ്ടതില്ലേ? ഒരു ഇഹലോകമുണ്ടെങ്കിൽ ഒരു പരലോകം വേണം. ഒരു തെമ്മാടിക്കൂട്ടങ്ങൾ തെമ്മാടിത്തം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശിക്ഷ ലഭിക്കണം. ഈ തെമ്മാടിത്തം ഏറ്റുവാങ്ങിക്കൊണ്ട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന കഷ്ടപ്പെടുന്ന ജനതക്ക് അതിന് പ്രായശ്ചിത്തം ലഭിക്കേണ്ടതുണ്ട്. അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട്. അവരെ പീഡിപ്പിച്ച തെമ്മാടിക്കൂട്ടങ്ങൾക്ക് അതിന് ശിക്ഷ നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അത് വിവരിക്കുന്നുണ്ട്. സൂറത്തുൽ അഅറാഫിൽ ഈ ലോകത്തെ തെമ്മാടികൾ അല്ലാഹു തആല അവരെ ശിക്ഷിക്കുന്നത് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഈ പാവപ്പെട്ട ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമെന്ന് സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു തആല വിവരിക്കുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് അവർ കെഞ്ചുന്നുണ്ട് നരകത്തിൽ വെച്ച്, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഈ വിഭവങ്ങളിൽ നിന്ന് ഒരിറ്റ് കുടിനീരെങ്കിലും നൽകുമോ എന്ന് അവർ കെഞ്ചുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതിനവർ നൽകുന്ന മറുപടി ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നാം തഫ്സീർ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പീഡനങ്ങൾ, ഈ ബുദ്ധിമുട്ടുകൾ, ഈ മനപ്രയാസങ്ങൾ, ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും, അള്ളാഹുവിന്റെ മാർഗത്തിൽ, നേർമാർഗത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് തെമ്മാടികളുടെ പീഡനങ്ങളും അക്രമമർദ്ദനങ്ങളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മനക്കരുത്തും ദൃഢനിശ്ചയവും നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും, നാളെ ഫരീഖും ബിൽ ജന്ന, ഒരു വിഭാഗം സ്വർഗത്തിലായിരിക്കും എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഈ തെമ്മാടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നത് നേരിൽ കണ്ടുകൊണ്ട് കൺകുളിർക്കാൻ ഇവിടത്തെ തെമ്മാടികളായ ഭരണാധികാരികൾ, നമ്മുടെ ഫലസ്തീനിലെ സഹോദരന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നെതന്യാഹു ഉൾപ്പെടെയുള്ള തെമ്മാടിക്കൂട്ടങ്ങൾ, അവർക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ തെമ്മാടിത്തം ചെയ്യാൻ അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കയുൾപ്പെടെയുള്ള ഇംഗ്ലണ്ടും ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ, അവർക്കൊക്കെ അല്ലാഹു തആല നൽകുന്ന ശിക്ഷ അവിടുത്തെ ഭരണാധികാരികളെ ജബാനിയാക്കൾ കൈകാര്യം ചെയ്യുന്നത് കണ്ടുകൊണ്ട് കൺകുളിർക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ സൂറത്തിലെ ആദ്യത്തെ ഒരു 7 ആയത്തുകൾ മാത്രം വിവരിക്കാനേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഒരു 5 പേജിലധികമുണ്ട്. അത് മൊത്തം കവർ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു വിശദീകരണം മാത്രമേ നൽകുകയുള്ളൂ. ഇന്ന് തുടക്കമായതുകൊണ്ട് ഈ സൂറത്തിൻ്റെ ഇമ്പോർട്ടൻസ്, ആ സൂറത്തിൻ്റെ പേര് ഉൾക്കൊള്ളുന്ന അതിൻ്റെ ഗൗരവം ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് വിശദീകരിക്കേണ്ടി വന്നു. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നേർക്ക് നേരെ നമ്മൾ ഈ ബാക്കി ആയത്തുകൾ കവർ ചെയ്യുന്ന രൂപത്തിൽ ഒരു ക്ലാസ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.